കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് സർഫസ് ഏരിയ അല്ലേ? ഓക്കെ, സർഫസ് ഏരിയ ആണ്. ഓക്കെ, എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാന്നുള്ളതായിരുന്നു കഴിഞ്ഞ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ദാറ്റ് ഈസ് സർഫസ് ഏരിയ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഡിനോട്ടഡ് ആസ് AS, ദാറ്റ് ഈസ് ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ ദി റീജിയൻ R ഇൻറ്റു DS. അതായത് DS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 പ്ലസ് എഫ് പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് എക്സ് ഓഫ് എഫ് സ്ക്വയർ, പാർഷ്യൽ ഫംഗ്ഷന്റെ അടുത്ത ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ, പാർഷ്യൽ ഡെറിവേറ്റീവ് സ്ക്വയർ അല്ലേ, ഇൻറ്റു ഡി എ ആണ്. ഡി എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡി എക്സ് ഇൻറ്റു ഡി വൈ, അല്ലെങ്കിൽ പോളാർ കോർഡിനേറ്റ്സിനാണെങ്കിൽ ആർ ഡി ആർ ഡി തീറ്റ അല്ലേ, ഈ കൺസെപ്റ്റ് ആണ്. അല്ലെങ്കിൽ ഡബിൾ ഇന്റഗ്രൽ ഓവർ എസ് ഡി എസ് എന്നുള്ളതാണ് എന്ത് സർഫസ് ഏരിയ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സർഫസ് ഇന്റഗ്രൽ ആണ്. സർഫസ് ഏരിയ കണ്ടു, സർഫസ് ഇന്റഗ്രലിന്റെ ഒരു ശബ്ദമാണ് സർഫസ് ഏരിയ. അപ്പൊ ഇനി എന്താണ് സർഫസ് ഇന്റഗ്രൽ എന്നുള്ളത്? ഇനി നമുക്കൊരു ഫംഗ്ഷൻ തന്നെയാണ് എക്സ് കോമ വൈ എന്ന് പറഞ്ഞിട്ടും എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് വാല്യൂ തന്നിട്ട് ഇങ്ങനെ ഒരു അബൌട്ട് ദി എക്സ് വൈ പ്ലെയിൻ, അതായത് z ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ, ഇങ്ങനത്തെ ഒരു സർഫസ് തന്നിട്ടുണ്ട് എങ്കിൽ സർഫസ് ഇന്റഗ്രൽ എന്ന് പറയുന്നത് എന്താണെന്നുള്ളതാണ്. അതായത് ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ജി ഓഫ് എക്സ് കോമ വൈ കോമ സെഡ് ഇൻറ്റു ഡി എസ്. ഡി എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എന്താണ് സെഡ് എന്ന് പറഞ്ഞ എക്സും വൈയും ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്. സെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഫ് ഓഫ് എക്സ് കോമ വൈ അതാണ് ഇൻറ്റു റൂട്ട് ഓഫ് കറസ്പോണ്ടിങ് ആയി ചെയ്യേണ്ടത് എന്താ വെച്ചാൽ റൂട്ട് ഓഫ്. ഓക്കെ, റൂട്ട് ഓഫ് എന്താണ് ഡി എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി മുകളിൽ പറഞ്ഞ സാധനം തന്നെയാണ്, ഇതൊരിക്കലും മറക്കാൻ പാടില്ല. റൂട്ട് ഓഫ് 1 പ്ലസ് എഫ് എക്സ് ഓഫ് എക്സ് വൈ സ്ക്വയർ പ്ലസ് എഫ് വൈ ഓഫ് എക്സ് വൈ സ്ക്വയർ. എഫ് വൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ, എഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻറ്റു ഡി എ. ഡി എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡി എക്സ് ഇൻറ്റു ഡി വൈ. ഓക്കെ, അപ്പം അതേ മോഡലിൽ തന്നെ ഇനി സെഡിലുള്ളത് ഓക്കെ എബൌട്ട് എക്സ് വൈ പ്ലെയിൻ ആണ് ഇത് വരിക. ഓക്കെ, ഇനി അടുത്ത അതായത് സെഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് കോമ വൈ. ഇനി വൈ ഈക്വൽ ജി ഓഫ് എക്സ് കോമ വൈ, സോറി ഈ ജി ഓഫ് എക്സ് കോമ സെഡ് ആണ് എങ്കിൽ എന്ത്, അതായത് എക്സ് സെഡ് പ്ലെയിനിലാണ് എങ്കിൽ എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളതാണ് ജസ്റ്റ് എന്ത് സർഫസ് ഇന്റഗ്രൽ. ഡിപെൻഡന്റ് പാരാമീറ്റർ സെഡും എക്സും വൈ എക്സും സെഡും ഇൻഡിപെൻഡന്റ് ആണ്. ദാറ്റ് ഈസ് ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ജി ഓഫ് എക്സ് കോമ വൈന്റെ സ്ഥാനത്ത് ജി ഓഫ് എക്സ് കോമ സെഡ് കോമ സെഡ് റൂട്ട് ഓഫ് ഡി എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിം മേലിൽ തന്നെ റൂട്ട് ഓഫ് 1 പ്ലസ് ജി എക്സ് ഓഫ് എക്സ് വൈ എക്സ് സെഡ് ഹോൾ സ്ക്വയർ പ്ലസ് ജി സെഡ് ഓഫ് എക്സ് സെഡ് ഹോൾ സ്ക്വയർ ഇൻറ്റു ഡി എ. ഇനി സെഡ് ഈക്വൽ ടു സം ഫംഗ്ഷൻ ഓഫ് വൈ കോമ സെഡ് ആണ് എങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. അങ്ങനെയാണ് എങ്കിൽ നമ്മളുടെ കുഞ്ഞാപ്പ് മാറും. എന്തായി മാറും? എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡബിൾ ഇന്റഗ്രൽ ഓവർ ജി ഓഫ് ദാറ്റ് ഈസ് സർഫസ് ഇന്റഗ്രൽ ബിക്കംസ് ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ജി ഓഫ് എക്സിന്റെ സ്ഥാനത്ത് ആരാ വരിക? എച്ച് ഓഫ് വൈ കോമ സെഡ് കോമ വൈ സെഡ് അപ്ലൈ റൂട്ട് ഓഫ് പാർഷ്യൽ ഡെറിവേറ്റീവ് അല്ലേ 1 പ്ലസ് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എച്ച് സ്ക്വയർ പ്ലസ് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് z വിത്ത് റെസ്പെക്ട് ടു z സ്ക്വയർ ഇൻറ്റു ഡി എ. ഇങ്ങനെയാണ് 3 മെത്തേഡുകൾ. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം, അത് ഓരോന്നും വരുന്നിടത്ത് മാത്രം നോക്കിയാൽ അത് വേറെ ഒരു പ്രശ്നവുമില്ല, സെയിം മെത്തേഡ് തന്നെയാണ്. ചെറിയ മാറ്റം എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് കോമ വൈ എന്നുള്ളത് മാറുന്നേ ഉള്ളൂ. അതുപോലെ ഇവിടെയും ഡെറിവേറ്റീവിലുള്ള ചെറിയ മാറ്റം. ഇനി നമുക്ക് എക്സാമ്പിൾ ചെയ്യാം. ഓക്കെ, എക്സാമ്പിൾ ഇവാലുവേറ്റ് ഡബിൾ ഇന്റഗ്രൽ ഓവർ എസ് ഇൻറ്റു എക്സ് സെഡ് സ്ക്വയർ ഡി എസ് ആണ് ചെയ്യാനുള്ളത്. എക്സ് ഇൻറ്റു സെഡ് സ്ക്വയർ ഡി എസ് ആണ്. എസ് എന്ന് പറയുന്ന പോർഷൻ ആണ്, സിലിണ്ടർ പോർഷൻ ആണ്. വൈ ഈക്വൽ ടു നോക്കുക ഏത് പ്ലെയിൻ ആണ് നോക്കാം. വൈ ഈക്വൽ ടു 2x സ്ക്വയർ പ്ലസ് 1, അതായത് വൈ ഈക്വൽ ടു ജി ഓഫ് എക്സ് കോമ സെഡ് എന്ന് പറയുന്ന ഫോമിലാണുള്ളത്. ഓക്കെ, രണ്ടാമത്തെ മോഡൽ അല്ലേ. ഏത് മോഡലാണെങ്കിലും നമുക്ക് എന്താണ് പുല്ലാണ്, നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇൻ ദി ഫസ്റ്റ് ഒക്ടന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഇത് 3 ഡയമെൻഷനിൽ കൺസെപ്റ്റ്വൽ ആയതുകൊണ്ടാണ് ഫസ്റ്റ് ഒക്ടന്റ് എന്നാണ് പറഞ്ഞത്. ഒക്ടന്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ ഭാഗത്ത് വരുന്നതിനെ കൊണ്ടാണ് ഫസ്റ്റ് ഒക്ടന്റ്. അത് നമ്മൾ അത്ര വലിയ എഫക്റ്റ് ചെയ്യുന്ന നോക്കണമെന്നില്ല. ബൗണ്ടഡ് ബൈ എക്സ് ഈക്വൽ ടു 0, എക്സ് ഈക്വൽ ടു 2, സെഡ് ഈക്വൽ ടു 4, സെഡ് ഈക്വൽ ടു 8. അപ്പോൾ ഇനി എങ്ങനെ സൊല്യൂഷൻ കാണാന്നുള്ളതാണ്. ഇവിടെ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് തന്നിട്ടുണ്ട്, ഓരോന്നും തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ സൊല്യൂഷൻ എങ്ങനെ കാണാന്നുള്ളതാണ്. സൊല്യൂഷൻ ആദ്യം ഹിയർ നമുക്ക് അറിയുന്ന കാര്യം, ലിമിറ്റ് തന്നിട്ടുണ്ട് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2, അതുപോലെ തന്നെ 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8. അപ്പോൾ ലിമിറ്റുകൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് എന്താണ് ഇവിടെ y ഈക്വൽ ടു എന്താണ് തന്നിട്ടുണ്ട്, g ഓഫ് എക്സ് കോമ സെഡ് ആണ്. g ഓഫ് എക്സ് കോമ സെഡ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2x² + 1. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കാണണം? പാർഷ്യൽ ഡെറിവേറ്റീവ് കാണണം വിത്ത് റെസ്പെക്ട് ടു ഇത് അല്ലേ. അപ്പോൾ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ദിസ് എന്ന് പറയുമ്പോൾ ഏതാണ്? 2x² ഡെറിവേറ്റീവ് 4x പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് 1 എന്ന് പറയുമ്പോൾ 0. ഇനി പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു z ആണെങ്കിൽ എന്തായാലും ഇവിടെ z-ന്റെ ടേം ഒന്നുമില്ല. ദാറ്റ് ഈസ് x² 0 ആയിപ്പോ ഇതും 0 ആയിപ്പോ നമുക്ക് കിട്ടിയ 0 അല്ലേ. ഇനി നമുക്ക് ഇന്റഗ്രൽ അപ്ലൈ ചെയ്യാലോ. ഇന്റഗ്രൽ ഡബിൾ ഇന്റഗ്രൽ ഓവർ എസ് അല്ലേ, g ഓഫ് എക്സ് കോമ y കോമ z ഇൻറ്റു ഡി എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡബിൾ ഇന്റഗ്രൽ g ഓഫ് എക്സ് കോമ y എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ അവിടെ തന്നിട്ടുണ്ട് xz² ആണ് അല്ലേ. അപ്പോൾ ഇവിടെ ഞാൻ xz² എന്ന് കൊടുക്കുകയാണ്. xz² ആണ് തന്നിട്ടുള്ളത്. xz² ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡബിൾ ഇന്റഗ്രൽ കറസ്പോണ്ടിങ് ആയിട്ട് y-ന്റെ ടേം ഇല്ല, അതുകൊണ്ട് നമുക്ക് എന്തില്ല y ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുഞ്ഞാപ്പ് കൊടുക്കേണ്ടിയിരുന്നു. y-ന്റെ ടേം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണ്ട, അതിനെപ്പറ്റി ചിന്തിക്കണ്ട. ഡി എസിന്റെ സ്ഥാനത്ത് എന്താണ് വരിക? റൂട്ട് ഓഫ് അല്ലേ, റൂട്ട് ഓഫ് എന്താണ് വരിക? 1 പ്ലസ് ഇനി എന്താണ് ജി എക്സ്² ആണ് വരിക അല്ലേ. ജി എക്സ് ഓഫ് എക്സ് സ്ക്വയർ അല്ലേ, ഇതിന്റെ സ്ക്വയർ അല്ലേ, ഇതിന്റെ സ്ക്വയർ പ്ലസ് ജി വൈ ഓഫ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡി എ. ഇതാണ് നമുക്ക് എഴുതേണ്ടത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഓക്കെ. അപ്പം വിച്ച് ഈസ് ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ അല്ലേ, ഇനി എന്താണ് എക്സ് ഓവർ ആർ എഴുതുക, റീജിയൻ ആർ അല്ലേ. ഞാൻ ആർ എഴുതി, അടുത്തതിൽ ലിമിറ്റ് എഴുതാം. ഓക്കെ, ഓവർ ആർ അല്ലെങ്കിൽ ഇവിടെ എഴുതാൻ നോക്കാം xz² ഇനി റൂട്ട് ഓഫ് കുഴപ്പമൊന്നുമില്ലല്ലോ 1 പ്ലസ് ജി എക്സ്² എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4x². 4x ഹോൾ സ്ക്വയർ എന്താണ് വരിക? 16x². ഇതെന്താണ്? gz 0 ആണ്, 0ന്റെ സ്ക്വയർ 0 തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്തില്ല, അത്ര വലിയ പ്രശ്നമില്ല. ഇൻറ്റു ഡി എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ dz ഇൻറ്റു ഡി എക്സ് അല്ലെങ്കിൽ ഡി എക്സ് ഇൻറ്റു dz. ഇനി ഇവിടെ നോക്കാം, z മാത്രം റൂട്ടിൽ വരുന്നതിലില്ല, z മാത്രം പുറത്താണ്. അപ്പോൾ ഞാൻ എന്താണ്, ആദ്യം z-നെയാണ് ലിമിറ്റ് കൊടുക്കുന്നത്. അതിനെ കൊണ്ട് dz ആദ്യം കൊടുത്തതിനെ കൊണ്ട് ലിമിറ്റ് z-ന്റെ ലിമിറ്റ് നോക്കുക 4 to 8. അപ്പോൾ ഞാൻ കൊടുക്കാൻ പോവാണ് 4 to 8. ഇനി അടുത്തത് എക്സിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് 0 to 2, ദാറ്റ് ഈസ് 0 to 2. ഇനി ദാറ്റ് ഈസ് ഈക്വൽ. എന്തുകൊണ്ടാണ് അങ്ങനെ കൊടുക്കാന്ന് വെച്ചാൽ എക്സ് റൂട്ട് ഓഫ് 1 പ്ലസ് 16x² ഉണ്ട്, z² മാത്രം ഒറ്റത്തടി അയക്കാം. അപ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പം അതിനെ ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ 0 to 2 അല്ലേ, അതിനായിട്ട് മാറ്റിയ എക്സ് റൂട്ട് ഓഫ് 1 പ്ലസ് 16x² മാറ്റി നിർത്തി ഇന്റഗ്രൽ 4 to 8-നെയാണ് ചെയ്യാൻ പോകുന്നത് z² dz ഇൻറ്റു ഡി എക്സ്. ഇതിനെ ആദ്യം ചെയ്യാൻ പോവുകയാണ്. ഈ കുഞ്ഞാപ്പൂവിനാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അതിനെ ചെയ്തിട്ടുണ്ട് എങ്കിൽ എന്താണ് വരിക നോക്കാം. എന്താ വരിക വെച്ചിട്ടുണ്ടെങ്കിൽ ഡബിൾ ഇന്റഗ്രൽ ഓവർ 0 to 2 x റൂട്ട് ഓഫ് 1 പ്ലസ് 16x²
ഇല്ലേ? ഡി സെഡിൻ്റെ സെഡ് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് സെഡ് ക്യൂബ് ബൈ 3 ഇസിൻ്റ് ഇറ്റ് അല്ലേ? 4 to 8 into dx ദാറ്റ് ഈസ് ഈക്വൽ ടു അല്ലേ? ഇവിടെ പേജിൻ്റെ ആവശ്യം വരികയാണ്. പേജ് ഇനിയും ആവശ്യമുണ്ട്. രണ്ടെണ്ണമാണ് നമ്മൾ ഇപ്പോൾ എടുക്കുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇനി അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻ്റഗ്രൽ 0 to 2 എക്സ് എക്സ് റൂട്ട് ഓഫ് 1 + 16 എക്സ് സ്ക്വയർ അല്ലേ? സെഡ് സ്ക്വയറിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ 3 കോമൺ ആയിട്ട് അവിടെ കൊടുക്കട്ടെ. സെഡിൻ്റെ സ്ഥാനത്ത് 8 ക്യൂബ് മൈനസ് 4 ക്യൂബ് അല്ലേ ഇൻറ്റു ഡി എക്സ്. 8 ക്യൂബ് മൈനസ് 4 ക്യൂബ് അല്ലേ? കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് വരും എന്നുള്ളത് നോക്കണം അല്ലേ? അപ്പോൾ 8 ക്യൂബ് അല്ലേ? 8 ക്യൂബ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 512 അല്ലേ? 512 വരും അല്ലേ? ഇൻ്റഗ്രൽ 0 to 2 എക്സ് റൂട്ട് ഓഫ് 1 + 16 എക്സ് സ്ക്വയർ അല്ലേ? ഇത് 8ൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 512 മൈനസ് 4ൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എത്ര? 4 × 4 16 × 4 എന്ന് പറയുമ്പോൾ 16 × 4 64 അല്ലേ? 64 divided by 3 that is into dx that is equal to you will get എത്ര കിട്ടുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 512 മൈനസ് 64 512 മൈനസ് 64 അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുക 4 8 12 2 4 പോയാൽ 8 അല്ലേ? 4 448 കിട്ടും. ഓക്കെ, അപ്പോൾ ഈ 448/3 ആണ് ഉണ്ടാവുക അല്ലേ? 3 അല്ലേ ഉണ്ടാവുക? ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുക ഇതാ ഈ 448 ആണ് ഉണ്ടാവുക. ദാറ്റ് ഈസ് 448/3 ആണ് ഉണ്ടാവുക. ഇത് മൈനസ് ചെയ്താൽ അതിനെ ടേക്ക് ഔട്ട് സൈഡ് പുറത്തെടുത്തു. ഇൻ്റഗ്രൽ 0 to 2 ഇൻ്റഗ്രൽ 0 to 2 448/3 ഇൻ്റഗ്രൽ 0 to 2 എക്സ് റൂട്ട് 1 + 16 എക്സ് സ്ക്വയർ ഇൻറ്റു ഡി എക്സ്. ഓക്കെ, ഇനി ഇവിടെ ഒരു തരികിട ചെയ്യണം. കാരണം എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ആണ് ഏത്? ഈ കുഞ്ഞാപ്പുള്ളത്. എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ആണ് ഈ കുഞ്ഞാപ്പോ. പ്രത്യേകം ശ്രദ്ധിക്കുക, എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 2x, അതായത് 2 കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എക്സ് ആണ്. എക്സ് ഇൻറ്റു ഡി എക്സ് എന്ന് പറയും. അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഹിയർ ഞാനൊരു തരികിട അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഹിയർ യു ഈക്വൽ ടു റൂട്ടിൻ്റെ ഉള്ളിൽ എന്താണ്? 1 + 16 എക്സ് സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ഡി യു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 1 + 1ൻ്റെ ഡെറിവേറ്റീവ് 0 ആയപ്പോൾ 16 × 2 2x അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 16 × 2x എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ വരിക നോക്കാം. 16 × 2x അപ്പം കറസ്പോണ്ടിങ് ആയിട്ട് വരിക 32 അല്ലേ? 32 ഇവിടെ ഒരു ഡി എക്സ് കൂടിയും വരും. 32x dx ഇനി അല്ലേ? അതായത് ഡി യു ഈക്വൽ ടു 32x dx എന്ന് വരും. ഇനി 32 കോൺസ്റ്റൻറ്റിൻ്റെ പുറത്തേക്ക് എടുത്താൽ du/32 ഈക്വൽ ടു എക്സ് ഡി എക്സ്. എക്സ് ഡി എക്സ് ഇവിടെ ഉണ്ട്. അപ്പം ഇത് വിക്കാം. ഞാൻ ഇതിനെ മാറ്റി എഴുതാൻ പോവുകയാണ്. ചെറിയൊരു തരികിൽ അപ്ലൈ ചെയ്യാണ്. 448/3 ഇൻ്റഗ്രൽ 0 to 2 അതിലൊന്നും മാറ്റം വരുത്താൻ പറ്റൂല കേട്ടോ. എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് ഡി എക്സിന് പകരം du/എക്സ് ഡി എക്സ്. ഇവിടെ എക്സ് ഡി എക്സ് ഉണ്ട്, അതിന് du/32 അല്ലേ? എക്സ് ഡി എക്സിന് പകരം du/32. അതുപോലെ തന്നെ ഉള്ളത്
ബാക്കിക്ക് റൂട്ട് ഓഫ് യു യു ദാറ്റ് ഈസ് ഈക്വൽ ടു ബാങ്ക് കൊടുക്കുന്നുണ്ട്, കുറച്ച് നേരം ഞാൻ മിണ്ടാതൊക്കെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ 32 ഉണ്ട്, ഇവിടെ 448 ഉണ്ട്. അത് തമ്മിൽ കട്ട് ചെയ്താൽ 32 448നെ 14 പ്രാവശ്യം ഡിവൈഡ് ചെയ്യും. ദാറ്റ് ഈസ് ഡിവൈഡഡ് ബൈ 3. ഇൻ്റഗ്രൽ പിന്നെ റൂട്ട് യു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? റൂട്ട് യു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു റേസ് ടു 1/2. യു റേസ് ടു 1/2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? അതിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേ, ഇതിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു റേസ് ടു 1/2ൻ്റെ ഇൻ്റഗ്രൽ യു റേസ് ടു 1/2 പ്ലസ് 1 അതായത് 1/2 പ്ലസ് 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 1/2 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 3/2 ബൈ 3/2 അല്ലേ. ദാറ്റ് ഈസ് നമുക്ക് ഇവിടെ എഴുതാം അല്ലേ, യു റേസ് ടു 3/2 ബൈ 3/2. ഓക്കെ, ഇനി ഇവിടെ 0 to 2 അപ്ലൈ ചെയ്യാം. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് 3/2/2 എന്നുള്ളത് പുറത്തൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ റെസിപ്രോക്കൽ ആവും. അപ്പോൾ ഇത് വരിക 14 ഇൻറ്റു 2/3 എന്നാണ് വരിക. ബൈ 3 ഇവിടെ ഉണ്ട് ഇൻറ്റു 3. ഇനി യുവിൻ്റെ സ്ഥാനത്ത് കറസ്പോണ്ടിങ് ആയിട്ട് ആരാണുള്ളത്? യു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 + 16x² ആണ് യു എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ. അപ്പോൾ 1 + 16x² അല്ലേ, ഫ്രം 0 to 2. ഓക്കെ, അപ്പം വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടും 2 × 14 ദാറ്റ് ഈസ് ഈക്വൽ ടു 28/3 × 3 9 അല്ലേ, റൂട്ട് അല്ല ലിമിറ്റ് 0 2 അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ 1 പ്ലസ് അല്ലേ 1 പ്ലസ് എന്താണ് 16 × 2² അല്ലേ 2² അല്ലേ, കുഴപ്പമില്ലല്ലോ. മൈനസ് 1 0 അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ മൈനസ് എക്സിൻ്റെ സ്ഥാനത്ത് 0 അപ്ലൈ ചെയ്യണം. ദാറ്റ് മീൻസ് ഇതിൽ കോൺസ്റ്റൻ്റ് ഉണ്ട് ഇവിടെ. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് വരിക മൈനസ് ഓഫ് ദിസ് അപ്ലൈ ചെയ്യണം. 1ൻ്റെ സ്ഥാനത്ത് 1 തന്നെ, ബാക്കിയുള്ളത് 0 ആയിപ്പോൾ. ദാറ്റ് മീൻസ് യു വിൽ ഗെറ്റ് ദി ആൻസർ. എന്താ ആൻസർ കിട്ടുക? ദാറ്റ് ഈസ് ഈക്വൽ ടു 28 അല്ലേ 28 9 28/9 പിന്നെ 1ഉം മൈനസും ക്യാൻസൽ ആയിപ്പോവും. അപ്പോൾ നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് ഉണ്ടാവുക ആരാണ്? ഓ, അവിടെ ഒരു പ്രശ്നമുണ്ട്. ഐ എം വെരി വെരി സോറി, യു റേസ് ടു ആണ് അല്ലേ. ഇവിടെ ഒരു പ്രശ്നമുണ്ട്, ജസ്റ്റ് മിനിറ്റ്. ഇവിടെ ഒരു പ്രശ്നം. എന്താ പ്രശ്നം? ഇത്
ഓൾ റേസ് ടു 3/2 എന്നുണ്ട്. ഇത് സ്ക്വയർ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഏറ്റവും വലിയ യു റേസ് ടു 3/2 ആണ്. അപ്പം യു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 + 16x² റേസ് ടു 3/2 അല്ലേ, എന്നിട്ടാണ് 0 to 2. അപ്പോൾ ഇവിടെയും എന്തെന്നാ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുമ്പോൾ 2 അപ്ലൈ ചെയ്യും. അപ്പോൾ എന്താ വരിക, 1 + 16 × 2² എന്ന് പറയുമ്പോൾ × 4 റേസ് ടു 3/2 മൈനസ്, ഇനി 0 അപ്ലൈ ചെയ്യുമ്പോൾ 1, 0 അപ്ലൈ ചെയ്യുമ്പോൾ ഇതിന് അപ്ലൈ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ കറസ്പോണ്ടിങ് ആയിട്ട് ദാറ്റ്സ് ഓക്കെ, എന്തായാലും 0 ആയിപ്പോൾ. അപ്പോൾ 1 മാത്രമേ ഉണ്ടാവുള്ളൂ. ദാറ്റ് മീൻസ് വിച്ച് ഈസ് ഈക്വൽ ടു 28/9. ഓക്കെ, 28/9. ഇനി 16 × എന്താണ് 4, 16 × 4 എന്ന് പറയുമ്പോൾ 44 അല്ലേ, 64 അല്ലേ വരിക, 32 64. അപ്പം നോക്കുക, 1 + ശ്രദ്ധിക്കണേ, 1 + 64 minus 1 all raised to 3/2. That is equal to, you will get എന്താണ് കിട്ടുന്നത്, 28/9 × 65 raised to 3/2 minus 1. ഓക്കെ ഓക്കെ, വിച്ച് ഈസ് ഇനി ഇതിന് ഇപ്പോൾ കാണണം അല്ലേ, 65 raised to 3/2 കറസ്പോണ്ടിങ് ആയിട്ട് ഇതിനൊക്കെ ഓരോരോ വാല്യൂ കണ്ടിരിക്കാനുള്ള മനുഷ്യൻ്റെ തന്ത്രപ്പാടെ അല്ലേ, എന്തൊരു എഴുതാറാണ് അങ്ങനെയൊക്കെ ആയാൽ. 65 raised to, അതിനിപ്പം കണ്ടുപിടിക്കാൻ നിങ്ങളെടുത്ത് സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ബാക്കി വാല്യൂ നിങ്ങൾ കണ്ടെത്തുക. ഏകദേശം വാല്യൂ കറസ്പോണ്ടിങ് ആയിട്ട് ഉണ്ടാകുക 1627.33 സംതിങ്, ഇതിൻ്റെ എവിടെയെങ്കിലും വരും. ഇതായിരിക്കും ഏകദേശം വരുന്ന രൂപ കേട്ടോ. ഓക്കെ, ഏകദേശം അവിടെ എവിടെയെങ്കിലും വരും. ഓക്കെ, ഇതൊന്ന് കണ്ടുപിടിക്കുക കേട്ടോ, കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട്, നമുക്ക് സമയമില്ല. ഓക്കെ, ഇനി നമുക്ക് ഹോംവർക്കാണ്. ഹോംവർക്ക് ഒന്നാമത്തത്, ജി തന്നിട്ടുണ്ട് എക്സ് ആണെന്ന്, അങ്ങനെയാണെങ്കിൽ പോർഷൻ തന്നിട്ടുണ്ട് z = എന്ന് പറഞ്ഞിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പം നമ്മളുടെ ആദ്യത്തെ മോഡലിലാണ് ചെയ്യേണ്ടത്. അപ്പം എഫ് എക്സ് കാണണം, എഫ് വൈയും കാണണം അല്ലേ. എഫ് എന്ന് പറയുന്നത് ഇതാണ് 2 - x². അപ്പം വൈൻ്റെ ടേമില്ലാത്തതുകൊണ്ട് ആ ഭാഗം 0 ആയപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് 1 + √(= എന്നുള്ളത് ഇതാവും. പിന്നെ ഇവിടെ തന്നിട്ടുള്ള പ്രത്യേകത നോക്കുക, ഇവിടെ തന്നിട്ടുള്ള ലിമിറ്റ് നോക്കുക. x = 0 തന്നിട്ടുണ്ട്, y = 0ഉം y = 4ഉം തന്നിട്ടുണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം. y = 4ഉം y = 0ഉം 4ഉം തന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് 0 ≤ y ≤ 4 കിട്ടി. ഇനി എക്സിൻ്റെ ടേം കിട്ടണം, പക്ഷേ അതെന്തല്ല 0 എന്ന് തന്നിട്ടുള്ളൂ, y = 0 എന്നും പിന്നെ തന്നിട്ടുള്ള z = 0 എന്നാണ്. y = 0 ഇതിൽ അപ്ലൈ ചെയ്യുമ്പോൾ നോക്കുക, x = 0 അപ്ലൈ ചെയ്യുമ്പം z-ന് 0 അല്ല കിട്ടുന്നത്. അപ്പം നമുക്ക് കൊടുക്കാം z = 0 എന്ന് കൊടുക്കാം. z എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എന്താണ് z എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 - x². അങ്ങനെ വരുമ്പോൾ z = 0 = 2 - x². അങ്ങനെയാണ് എങ്കിൽ x =x-നപ്പുറത്ത് കൊണ്ടുവന്ന x² = 2. that means അതിൻ്റെ മീനിങ് എന്താണ്, x = √2 അല്ലേ. അപ്പോൾ നമ്മളുടെ ലിമിറ്റ് എന്ന് പറയുന്നത് 0 ≤ x ≤ √2 ആണ്. പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെ തരികിട തരും, അത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് നമ്മൾ ചെയ്യണം, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അതിൻ്റെ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ g(x, y, z) = എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ xy × 9 - 4z തന്നിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം, z = 2 - x² എന്നാണ് ഇതിൽ സിലിണ്ടർ തന്നിട്ടുള്ളത്. അങ്ങനെയാണ് എങ്കിൽ നമ്മൾ ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ z-ൻ്റെ സ്ഥാനത്ത് ആരെയാണ് കൊടുക്കേണ്ടത്, 2 - x² ആണ് കൊടുക്കേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുക, z-ൻ്റെ സ്ഥാനത്ത് ആരെ കൊടുക്കണം,
2 മൈനസ് എക്സ് സ്ക്വയർ കൊടുക്കണം. എന്നിട്ട് ഇൻ്റഗ്രേറ്റിലേക്ക് പോവാം ഡബിൾ ഇൻ്റഗ്രൽ ചെയ്യുമ്പോൾ. എന്നിട്ട് ലിമിറ്റിലേക്ക് വരിക. ബാക്കിയൊക്കെ സെയിം തന്നെ, എക്സിൻ്റെ സ്ഥാനത്തും വൈൻ്റെ സ്ഥാനത്തും സെയിം തന്നെ, കാരണം ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ സെഡ് ആണ്. അപ്പോൾ സെഡിൻ്റെ സ്ഥാനത്താണ് 2 മൈനസ് എക്സ് സ്ക്വയർ കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി ഇവിടെ സ്മോൾ ലെറ്റർ ജി എന്ന് പറയുന്ന അല്ലെങ്കിൽ എഫ് എന്ന് പറയുന്ന ആരാണ്? 2 മൈനസ് എക്സ് സ്ക്വയർ ആണ്, അത് വേറെ കാര്യം. ഓക്കെ, ഇനി എന്താണ്? 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ തന്നിട്ടില്ല, മോളത്തെ സെയിം തന്നെയാണ് വരുന്നത്. അപ്പോൾ എന്താണ്? വൈൻ്റെ നമുക്ക് കിട്ടും 0 ലെസ് ദാൻ വൈ ലെസ് ദാൻ 4 തന്നു. 0 ലെസ് ദാൻ എക്സിൻ്റെത് പിന്നത്തെ തന്നിട്ടില്ല. ആ എങ്ങനെ കണ്ടെത്തുന്ന വെച്ചാൽ സെഡിന് ഇവിടെ കൊടുക്കണം, അതായത് 0 കൊടുക്കുക. നേരത്തെ തന്നെയാണ്, സെയിം തന്നെയാണ്, 2 മൈനസ് എക്സ് സ്ക്വയർ. അങ്ങനെ വരുമ്പോൾ എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഈക്വൽ ടു 2, ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ഈക്വൽ ടു √2. ഓക്കെ, അത് കൊടുത്താൽ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു √2. അപ്പോൾ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു √2. എന്നിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ആൻസർ ചെയ്യുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, എക്സ് വൈ സെഡ് തന്നിട്ടുണ്ട്. എന്താണ്? എക്സ് സെഡ് ക്യൂബ് ആണ് തന്നിട്ടുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കുക, എക്സ് സെഡ് ക്യൂബ്. പക്ഷേ ഇവിടത്തെ സെറ്റപ്പ് തന്നിട്ടുണ്ട്. എന്താ തന്നിട്ടുള്ളത്? കോണാണ്. സെഡ് ഈക്വൽ ടു √x² പ്ലസ് വൈ സ്ക്വയർ ആണ്. √x² പ്ലസ് വൈ സ്ക്വയർ. അപ്പം സെഡ് ഈക്വൽ ടു എഫ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ എഫ് വൈ എഫ് എക്സും ആണ് കാണേണ്ടത്. ഇനി പ്രശ്നം ഇവിടെ മാത്രമല്ല, ഇവിടെ തന്നിട്ടുള്ള സിലിണ്ടർ ആണ് തന്നിട്ടുള്ളത്, വേറൊന്ന് ഇൻസൈഡ് ദി സിലിണ്ടർ. അപ്പം സെഡിൻ്റെ സ്ഥാനത്ത് നമ്മൾ കൊടുക്കേണ്ടത്, ഇതിൽ സെഡിൻ്റെ സ്ഥാനത്ത് കൊടുക്കേണ്ടത് √x² പ്ലസ് വൈ സ്ക്വയർ ആണ് കേട്ടോ. സെഡിൻ്റെ സ്ഥാനത്ത് നിങ്ങൾ വേറൊന്നും പേടിക്കണ്ട, √x² പ്ലസ് z² ആണ് കൊടുക്കേണ്ടതെന്നുള്ള ഓർത്തോക. ഓക്കെ, √x² പ്ലസ് z² ആണ് കൊടുക്കേണ്ടത്, അത് മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. ഇനി ഇവിടെ വേറൊന്ന് തന്നിട്ടുള്ളത് സിലിണ്ടർ ആണ്, ഇൻസൈഡ് ദി സിലിണ്ടർ എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇൻസൈഡ് ദി സിലിണ്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്താ വെച്ചാൽ സർക്കിളാണ്. സർക്കിൾ എന്ന് പറയുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് എന്തെന്നാ വരിക? സർക്കിളിനെ സംബന്ധിച്ച് എക്സ് അല്ലെങ്കിൽ r ഈക്വൽ ടു 1 അല്ലേ, r² ഈക്വൽ ടു, ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ട് തന്നിട്ടുള്ളത് നോക്കുക, r ഈക്വൽ ടു 1 അല്ലേ. dr dθ ഉപയോഗിച്ച് dr dθ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ചെയ്യേണ്ടത്. എക്സ് ഈക്വൽ ടു r cos θ, y ഈക്വൽ ടു r sin θ എന്ന കൺസെപ്റ്റ്സ് ആണ്. അപ്പം ഇവിടെ തീറ്റ എന്ന് പറയുന്നത് എവിടുന്ന് എവിടം വരെ ആയിരിക്കും ഉണ്ടാവുക? അതാണ് എൻ്റെ അടുത്ത ചോദ്യം. അതായത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2π തീറ്റ. r എന്ന് പറയുന്നത് ഇവിടെ ഏടം വരെയാണ് വരുന്നത്? r എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ r² ഈക്വൽ ടു 1 ആണ് ഇവിടെ, r². അപ്പം 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു r ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഇതാണ് ഇതിൻ്റെ ലിമിറ്റ്. എന്നിട്ട് എക്സും വൈനെയും എക്സ് ഈക്വൽ എന്താണ്? r cos θ എന്ന ഫോമിലേക്കും വൈനെ r sin θ എന്ന ഫോമിലേക്ക് മാറ്റുക. അങ്ങനെ വരുമ്പോൾ x² പ്ലസ് y² ഈക്വൽ ടു എന്താണ്? 1 ആണ് എന്നുള്ള നമ്മളുടെ കൺസെപ്റ്റ്സ് മനസ്സിലുണ്ടാവുക. അപ്പം എക്സ്, കാരണം എന്തുകൊണ്ട്? r² വരിക, ആണ് വരിക. എന്ത്? √ നമുക്കറിയാം ഇതിൻ്റെ കൺസെപ്റ്റ്സ് പ്രകാരം x² പ്ലസ് സർക്കിളിനെ സംബന്ധിച്ച് ലെങ്ത് എന്ന് പറയുന്ന റേഡിയസ് ആണ്. അപ്പം x² പ്ലസ് y² വരുന്നിടത്തൊക്കെ നമുക്ക് 1 അപ്ലൈ ചെയ്തിട്ടുണ്ട് എങ്കിൽ തന്നെ നിങ്ങൾക്ക് ചിലപ്പം തീറ്റയ്ക്കും ഇതിലേക്കും പോണ്ടി വരില്ല ചിലപ്പോൾ കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് തീറ്റയിലേക്ക് പോണ്ടി വരില്ല, ചിലപ്പം നിങ്ങൾക്ക് പോണ്ടി വരില്ല. ഓക്കെ, ചിലപ്പോഴെങ്കിലേ പോണ്ടി വരുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യുക വെച്ചാൽ x² പ്ലസ് y² വന്നാൽ അവിടെയൊക്കെ 1 അങ്ങ് കൊടുക്കുക, ചെയ്ത് നോക്കുക. എന്നിട്ട് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ പിന്നെ തീരുമാനിച്ചാൽ മതി. ഓക്കെ, x² പ്ലസ് y² ഉള്ളിടത്തൊക്കെ 1 അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അറിയോ? അണ്ടർസ്റ്റാൻഡ്? നമുക്ക് നേരിട്ട് കിട്ടും. ലിമിറ്റ് എന്ന് പറയുന്നത് ഇതാണ്, r cos θ. ഇത് ഈ ലിമിറ്റ് ഉപയോഗിച്ചിട്ട് അപ്ലൈ ചെയ്യുക. ഡബിൾ ഇൻ്റഗ്രൽ ആണെങ്കിൽ ഡബിൾ ഇൻ്റഗ്രൽ ഉപയോഗിച്ചിട്ട് ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇതിലേക്ക് മാറ്റണം, r cos θ r sin θ മോഡലിലേക്ക് മാറ്റണം, നിർബന്ധമാണ്, അല്ലാണ്ട് ഇത് പോകില്ല. അപ്പം DA എന്താണ് ഇവിടെ വരിക? DA ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൂട്ടിൻ്റെ ഉള്ളിലത്തൊക്കെ അങ്ങനെ വരും കേട്ടോ, റൂട്ടിൻ്റെ ഉള്ളിലത്തൊക്കെ വരും. ഇതിൻ്റെ അവസാനത്തെ ഭാഗത്താണ് ഞാൻ പറയുന്നത് r cos θ. ഇവിടെ എന്താ? DA എന്ന് പറഞ്ഞാൽ r dr dθ ആണ്. ഓക്കെ ഓക്കെ, ചെയ്യാൻ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, എന്നോട് വിട്ടുപോലേക്കും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, വേറെ കഴിഞ്ഞ ക്ലാസ്സത്തൊക്കെ ചെയ്തിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത് എല്ലാം അപ്ലോഡ് ചെയ്യുക. നേരം വൈകിട്ടാണെങ്കിൽ അപ്ലോഡ് ചെയ്യുക, കാരണം ഞാൻ അറ്റൻഡൻസിൽക്കും അസൈൻമെൻറ്റിൽക്കൊക്കെ ആ മാർക്കാണ് എടുക്കുക കേട്ടോ.